ഉദ്ദിത, ദൈവമേ, രക്ഷക, സമാധാനമേ, നാം ഓരോരുത്തരും തെറ്റ് ചെയ്താലും ശരി ചെയ്താലും എല്ലാം അംഗീകരിച്ചു പോകുന്ന ഒരു ഡയറക്ടറിനെയോ ഒരു നേതാവിനെയോ അല്ല എന്നല്ല നമുക്ക് ആവശ്യം തെറ്റെന്നും ശരി ശരിയെന്നും പറഞ്ഞു തരുന്ന, സ്നേഹത്തോടുകൂടി പറഞ്ഞു തരുന്ന നേതാക്കന്മാരെയും ഡയറക്ടർമാരെയാണ് നമുക്ക് ആവശ്യം. ഉദാഹരണമായിട്ട് എനിക്കൊരു കുറവ് വന്നപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി വിളിച്ച് കുറവെന്താണെന്ന് പറഞ്ഞു തന്ന നല്ല ഒരു ഡയറക്ടറാണ് ഞങ്ങളുടെ പരിയാരം മെഡിക്കൽ കോളേജിലുള്ളത്, സുദീപ് സാർ. അതോടൊപ്പം തന്നെ നന്മ ചെയ്യാൻ കിട്ടിയ അവസരങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ഒരു സ്വാർത്ഥതയും കൂടാതെ നിസ്വാർത്ഥമായി ചെയ്ത ഒത്തിരി ഡോക്ടർമാരും ജീവനക്കാരും പരിയാരം മെഡിക്കൽ കോളേജിലുണ്ട്. അതിനെപ്പറ്റി ഞാൻ അധികം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ അത്രത്തോളം നന്നായിട്ട് നല്ലൊരു ഹെൽത്ത് ടീം, അതല്ലെങ്കിൽ നല്ലൊരു ആരോഗ്യ ശക്തി ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിൽ വന്നതുകൊണ്ടാണ് എനിക്കും ഇത്രയും നല്ല രീതിയിൽ ഉയരുവാൻ കഴിഞ്ഞത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാനുള്ളത്, നമ്മൾ ഒത്തിരി ആത്മീയ ജ്ഞാനമുള്ളവരായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു വ്യക്തിയെങ്കിലും അപകടത്തിൽ നിന്നും നന്മയിലേക്ക്, ആത്മീയതയിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലായിരിക്കും അവൻ യഥാർത്ഥ ഒരു ആത്മീയ വ്യക്തിയായി തീരുന്നത്. രണ്ടാമത്തെ കാര്യം, ഒത്തിരി അറിവുണ്ടായിട്ടും കാര്യമില്ല. ഒരു വ്യക്തിയെങ്കിലും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയായെങ്കിൽ മാത്രമേ അവൻ്റെ അറിവ് കൊണ്ട് ആ ലോകത്തിനും മറ്റുള്ളവർക്ക് ഉപകാരമായി തീരുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു വ്യക്തി ഒത്തിരി സമ്പന്നതയുള്ള വ്യക്തിയായിട്ട്, സാമ്പത്തികമായി ഉയർന്ന വ്യക്തിയായിട്ടും കാര്യമില്ല. കാരണം ഒരു വ്യക്തി തനിക്ക് ജീവിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനുമുള്ള സമ്പത്തോടൊപ്പം തന്നെ അവൻ ആധ്യാത്മികതയോയും ഭൗതികതയിലൂടെയും പലതരത്തിൽ അറിവുകളിലൂടെയും പക്വതയിലൂടെയും വളരുന്ന വ്യക്തിയാണെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ ആ സാമ്പത്തിക അടുത്തേ കാരണമുള്ളൂ. സമ്പത്തുകൊണ്ട് മാത്രം ഒരു മനുഷ്യനും ഒരു ഉപകാരവും ആയിത്തീരുന്നില്ല. പക്ഷേ അവൻ എല്ലാ രീതിയിലും വളരുന്ന വ്യക്തിയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നെഗറ്റീവ് എനർജി അവൻ്റെ ജീവിതത്തിൽ കടന്നു വരികയില്ലെന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് ഒരു നന്മയും ചെയ്യരുത്. പ്രതീക്ഷകൾ വെച്ച് ചെയ്യുന്ന നന്മകൾ നമുക്ക് നെഗറ്റീവ് എനർജി പ്രദാനം ചെയ്യും. കാരണം ഓരോ കാര്യം ചെയ്യുമ്പോഴും എന്തെങ്കിലും ലഭിക്കും. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ എവിടെന്നെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കിട്ടും. ഒരു 100 രൂപ കൊടുക്കുമ്പോൾ ഒരു 100 രൂപ എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ചെയ്യാതെ നമ്മുടെ കർമ്മമാണ്, എൻ്റെ കർമ്മമാണ്, എൻ്റെ ദൈവം ഏൽപ്പിച്ച കർമ്മമാണ് മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതവന് കർമ്മത്തിലൂടെ തന്നെ നന്മയായി തീരുകയും അവൻ്റെ കർമ്മഫലം അവന് വിശുദ്ധിയിലേക്കും നന്മയിലേക്കും വെളിച്ചത്തിലേക്ക് നയിക്കുമെന്ന്